എന്തല്ല മറന്നില്ലല്ലോ അല്ലേ? നീല ടോയ്ലറ്റ് റെഡ് ബാത്റൂം. കുറച്ച് സമയക്കൂടുതൽ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് എക്സ്പയർ ആവാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് വീഡിയോസ് ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങളുണ്ടല്ലോ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ചൂട് വെക്കുന്നത്. അങ്ങനെ ഓടി തകർത്തിട്ട് എഴുതി എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിൽ വന്നിരിക്കുകയാണ്. ദേ ഈ കാണുന്ന ഇത്രയും പേപ്പേഴ്സ് എഴുതി തീരണ്ടേ, സമയമെടുക്കും. അതിന്റെയൊക്കെ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ടാഗ് ഒക്കെ കിട്ടി സെറ്റ് ആയിട്ട് പക്കയായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നൊരു ക്രോസ് ചെക്ക് അത് നിർബന്ധ, അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. ലക്ഷ്മിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് ശ്രീലക്ഷ്മി അവളെ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയിരിക്കും. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും എക്സാമിനും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ കോളേജിന്റെ അകത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ്. പക്ഷെ ഇന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ കോളേജിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഗേറ്റിൽ സൈൻ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്മിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നപ്പോൾ ശ്രീലക്ഷ്മിക്ക് രണ്ടാമത്തെ തവണ സൈൻ ചെയ്തിട്ട് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇതേ നൈസായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് തന്നെ സെക്യൂരിറ്റി മാമൻ ഞങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതേ അവിടുന്ന് കൂടും കുടുക്കെ എടുത്ത് ജസ്റ്റ് ഒരു ഷാർജ് കുടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അത് പിന്നെ ഫ്രണ്ട്സ് എല്ലാരും കൂടുമ്പോൾ എവിടുന്നൊക്കെയോ വരുന്ന ഒരു വിശപ്പും ദാഹവും ഒക്കെ ഒരു പ്രകൃതി നിയമമാണല്ലോ. സോ നമ്മളൊരു ഷാർജയും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയി പോവാണ്. ഓരോരുത്തരും ഓരോ വഴിയും ഓരോ ബസ്സും ഒക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫൈനൽ ഇയറിലെ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്ത സന്തോഷത്തോടെ ബൈ.